Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 4 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയികളായി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 2 സീറ്റിൽ കഴിഞ്ഞ ദിവസം എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു. ഇന്ന് ഒരിടത്ത് UDF സ്ഥാനാർത്ഥി ഹാജരാകാത്തതും മറ്റൊരിടത്ത് UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയുമായിരുന്നു. ഇടതുകോട്ടയായ കണ്ണപുരത്ത് 4 ഇടങ്ങളിൽ LDF സ്ഥാനാർത്ഥികൾ വിജയികളായി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ 2 സീറ്റിൽ കഴിഞ്ഞ ദിവസം എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു. ഇന്ന് ഒരിടത്ത് UDF സ്ഥാനാർത്ഥി ഹാജരാകാത്തതും മറ്റൊരിടത്ത് UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയുമായിരുന്നു. കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് വാർഡ് 10 തൃക്കോത്ത് UDF സ്ഥാനാർത്ഥി NA ഗ്രേസിയുടെ പത്രിക തള്ളിയതിനെ തുടർന്ന് പ്രേമ സുരേന്ദ്രൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ കണ്ണപുരം പഞ്ചായത്തിലെ 3-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥി CPM പ്രതിനിധി സജിന KV എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ കണ്ണപുരത്ത് 4 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം വനിതകളാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണപുരം പഞ്ചായത്ത് 4 വാർഡുകളിൽ എതിരില്ലാതെ LDF വിജയിച്ചതിൽ കണ്ണപുരത്ത് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടന്നു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം ചൈനാക്കളെ റോഡിൽ നിന്നും സ്ഥാനാർത്ഥികളെ മാലയിട്ട് ചെറുകുന്നിലേക്ക് ആനയിച്ചു. ചെറുകുന്ന് ടാക്സി സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുയോഗം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഒട്ടും അഹങ്കരിക്കാനോ അമിതമായി ആഹ്ലാദിക്കാനോ ഞങ്ങളില്ല. കണ്ണപുരത്ത് 4 സീറ്റ് നമ്മുടെ എതിരില്ലാതെ ജയിച്ചിരിക്കും. മലപ്പട്ടത്ത് 3 സീറ്റ്, ഇന്നൊരു സീറ്റോട് 3 സീറ്റും നമ്മുടെ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ മാത്രം നമ്മൾ 7 സീറ്റിൽ ജയിച്ചിരിക്കുക. മറ്റ് സംസ്ഥാനത്ത് ഏതോ 1-2 സ്ഥലത്ത് കൂടി LDFന് എതിരില്ലാത്ത വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. കണ്ണപുരത്തും മലപ്പട്ടത്തും ആന്തൂരിലുമുണ്ടായ വിജയം കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഭരണനേട്ടത്തിനുള്ള അംഗീകാരമാണെന്നും KV സുമേഷ് MLA പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലാണ് ഇതെന്നും ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്നും M വിജിൻ MLA പറഞ്ഞു. തീർച്ചയായും ജനങ്ങൾ സമ്മാനിച്ച വിജയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി മാധ്യമങ്ങളെല്ലാം ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. പിണറായി വിജയൻ ഗവൺമെന്റിന് കൂടുതൽ കരുത്ത് പകരത്തക്ക വിധത്തിൽ ഈ നാടിന് വേണ്ടി ആ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങളെയും പഞ്ചായത്ത് നടത്തിയ വികസനത്തെയും ഈ നാട് രാഷ്ട്രീയ ഭേദമന്യേ ഏറ്റെടുക്കുന്നതിന്റെയും ഭാഗമായി കൂടി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ കാണുകയാണ്. P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. K. നാരായണൻ, K. കൃഷ്ണൻ, സന്തോഷ് CBK, AV ഷിമ, TV ലക്ഷ്മണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രകൃതി ദുരന്തങ്ങളും മഹാമാരിയും ഉൾപ്പെടെ പല വർഷങ്ങളിലായി പെയ്തിറങ്ങിയപ്പോൾ പൊതുസമൂഹത്തിന് കൈത്താങ്ങായി സർക്കാരിനൊപ്പം കൂടെ നിന്നത് ഇടതുപക്ഷത്തെ അധ്യാപകരും സർക്കാർ ജീവനക്കാരുമാണെന്ന് KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ അഭിപ്രായപ്പെട്ടു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ KSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണ നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. തൊഴിലാളികളോടും ജീവനക്കാരോടും തികച്ചും പ്രതികാര മനോഭാവത്തോടെ പെരുമാറുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതും NDA സർക്കാർ വിറ്റുതുലച്ചു. ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ ഇന്ത്യൻ റെയിൽവേയുടെ പല മേഖലയിലും വിൽപ്പന നടന്നുവരുന്നുവെന്നും KSTA ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് KSTA സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ പറഞ്ഞു. അധ്യാപകരെ കണ്ടുകൂടാ, അവരുടെ ശമ്പളവും അവരുടെ DAയും ചോദിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് ചിലപ്പോൾ ചില കോണുകളിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണോ? അങ്ങനെ ഉണ്ടാവാം. അത് നമുക്ക് അനുഭവമുണ്ട്. 2018, 19, 20 കാലഘട്ടം എന്ന് പറയുന്നത് കേരളം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ, ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതങ്ങൾ അത് കോവിഡ് ആയാലും മഹാപ്രളയമായാലും നമ്മൾ അനുഭവിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ KSTA ഉപജില്ലാ പ്രസിഡന്റ് TV മധുകുമാർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി അധ്യക്ഷ TP ഉഷ, KSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ VK ബാലാമണി, M സുനിൽകുമാർ, ഉപജില്ലാ സെക്രട്ടറി P രാകേഷ്, ട്രഷറർ M ദേവദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം K ഹരിദാസ്, TA ജ്യോതിലക്ഷ്മി, P സനീപ്, NK ജയദീപ്, VK രാജേഷ്, രാജേഷ് കറിയ, T ശൈലജ, AV അനിത, VS ബിജുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ഏഴോത്തെ കൈത്താങ് വാട്സാപ്പ് കൂട്ടായ്മയുടെ പിന്തുണയിൽ MP മുഹമ്മദ് കുഞ്ഞി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. UDFന് വേണ്ടിയാണ് ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായ MP മുഹമ്മദ് കുഞ്ഞി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഏഴോമൂല 12ാം വാർഡിലാണ് MP മുഹമ്മദ് കുഞ്ഞി മത്സരിക്കുന്നത്. പ്രദേശത്തെ കൈത്താങ് വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ജീവകാരുണ്യ രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു മുഹമ്മദ് കുഞ്ഞി. പത്രിക സമർപ്പണം പൂർത്തിയാക്കി പ്രചരണ രംഗത്ത് ഇദ്ദേഹം സജീവമായി കഴിഞ്ഞു. ഏറെ വിജയപ്രതീക്ഷയുണ്ടെന്ന് MP മുഹമ്മദ് കുഞ്ഞി പറഞ്ഞു. തീർച്ചയായും UDFന്റെ വിജയസാധ്യതയാണ് കണക്കെടുക്കുന്നത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ മത്സരിക്കുന്നത്. കഴിഞ്ഞ 30 വർഷക്കാലം ഈ പഞ്ചായത്തിൽ ഈ വാർഡിന് ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്ന ഈ റോഡ്. മറ്റുള്ള എല്ലാ വാർഡുകളിലും അവർക്ക് സ്വാധീനമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ ഒരുപാട് പുരോഗതി വന്നിട്ടുണ്ടെങ്കിലും ഏഴോ മൂലയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഗതിയും ഇതുവരെ വന്നിട്ടില്ല. കൈത്താങ് വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾ പ്രചരണ രംഗത്ത് സജീവമായുണ്ട്. ഇടത് കോട്ടയാണ് ഏഴോ. പ്രതിപക്ഷം ഇല്ലാത്തൊരു പഞ്ചായത്ത് കൂടിയാണ് ഏഴോ. ഇക്കുറി ശക്തമായ മത്സരമാണ് ഏഴോത്ത് നടക്കാൻ പോകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അർദ്ധരാത്രിയിലുണ്ടായ ഇടിമിന്നലിൽ വലിയ പറമ്പ് ഇടയിലേക്കാട്ടിൽ വീട്ടുവളപ്പിലെ തെങ്ങുകൾ പിളർന്ന് കത്തി. ഇടയിലേക്കാട് വേണുഗോപാല ക്ഷേത്ര പരിസരത്തെ KJ തോമസിന്റെ വീട്ടുവളപ്പിലെ 2 തെങ്ങുകളാണ് ഇടിമിന്നലിൽ നശിച്ചത്. വെള്ളിയാഴ്ച രാത്രി 11 മണിക്ക് ശേഷമാണ് മഴയ്ക്കൊപ്പം ഇടിമിന്നലുണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ തോമസ് വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. ശക്തമായ മിന്നലിൽ ഇടയിലക്കാട് വലിയപറമ്പ് റോഡിനരികിലുള്ള തോമസിന്റെ വീടിന്റെ മുൻവശത്തെ നല്ല കായ്ഫലമുള്ള തെങ്ങുകൾ പിളരുകയും ഒരു തെങ്ങ് കത്തുകയും ചെയ്തു. രാത്രി റോഡിലൂടെ പോകുകയായിരുന്ന വാഹന ഡ്രൈവർമാരാണ് തൊട്ടടുത്ത വീട്ടിലെ ചെറുകുന്ന് സർവീസ് ബാങ്ക് റിട്ടയർഡ് ജീവനക്കാരനായ K സത്യവ്രതനെ വിവരമറിയിച്ചത്. തൃക്കരിപ്പൂർ അഗ്നിരക്ഷാ നിലയത്തിലും അവർ തീപിടുത്തം അറിയിച്ചു. അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തുമ്പോഴേക്കും കനത്ത മഴ പെയ്തതോടെ ഓലകളിൽ കത്തിയെത്തി അണയുകയായിരുന്നു. പിന്നെ ഇടി വന്ന ശേഷം ഞാൻ സമയം നോക്കുമ്പോൾ 11:22 കറക്റ്റ് ടൈമായി. അതിനുശേഷം പിന്നെ ഒരു മിനിറ്റും കൂടി കഴിഞ്ഞ് പുറത്തേക്ക് വരാൻ പിന്നെ അത്ര ഇടി കൊണ്ടുകൂടെ അങ്ങനെ പ്രയാസമായിരുന്നു, വന്നിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ തീപ്പൊരി ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് തീപ്പൊരികൾ അങ്ങത്തോളം പിന്നെ ഗ്രൗണ്ടിൻ്റെ അങ്ങോട്ട് വരെ ഇത് പോവുകയാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഇടിക്ക് സാധ്യതയുള്ളതുകൊണ്ട് പുറത്തൊന്നും അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഫയർഫോഴ്സിൻ്റെ വണ്ടി ഇങ്ങോട്ടേക്ക് പോയിട്ട് അപ്പോഴേക്കും ഈ അതോടുകൂടി മഴയും കൂടി വന്നു. മഴ വന്നപ്പോൾ തീയൊന്നും പിന്നെ ശമിച്ചു, അതെല്ലാം പിന്നെ കെട്ടടങ്ങിയായിരുന്നു. വലിയപറമ്പ് കൃഷി ഓഫീസർ S ഉമയും ജനപ്രതിനിധികളും തോമസിന്റെ വീട്ടിലെത്തി. വലിയപറമ്പ് പാലം കടന്നു പോകുന്ന ഹൈടെൻഷൻ കേബിളിന് തൊട്ടു നിൽക്കുന്ന തെങ്ങുകളാണ് ഇടിമിന്നലേറ്റ് കത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കൈതോലപ്പായ നെയ്യുന്നവരുടെ ജീവിതത്തിന് പായയുടെ മനോഹാരിത കെട്ടുപോയിരിക്കുന്നു. വലിയ പ്രശ്നങ്ങളാണ് ഈ മേഖലയിലുള്ളവർ നേരിടുന്നത്. സ്ഥിരമായി വിപണി കണ്ടെത്താനാവാത്തതും വലിയ പ്രതിസന്ധി ഉളവാക്കുന്നു. കൈതോല പായ വിരിച്ച് പായയിലൊരു പറ നെല്ല് പൊലിച്ച് എന്ന നാടൻ പാട്ട് ഒരിക്കലെങ്കിലും പാടാത്ത മലയാളികൾ കുറവാണെന്ന് തന്നെ പറയാം. എന്നാൽ കൈതോലപ്പായ നെയ്തെടുക്കുന്ന കുടുംബങ്ങളിലേക്ക് കയറിച്ചെന്നാൽ നാടൻ പാട്ടിൻ്റെ ഈണം മാറി കൈതമുള്ളിൻ്റെ നോവായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുക.
മറ്റ് പല തൊഴിൽ മേഖലയിൽ എന്ന പോലെ തന്നെ വലിയ പ്രതിസന്ധിയാണ് കൈതോലപ്പായ നിർമ്മാണ മേഖലയും നേരിടുന്നത്. 11ാമത്തെ വയസ്സിൽ പായ നെയ്യാൻ തുടങ്ങിയതാണ് പ്രാന്തൻചാലിലെ കല്യാണി. അമ്മയിൽ നിന്നാണ് ഈ തൊഴിൽ പഠിച്ചെടുത്തത്. 14 വയസ്സാകുമ്പോഴേക്കും അമ്മ മരിക്കുകയും ചെയ്തു. പിന്നെ സ്വന്തമായി തന്നെ തൊഴിൽ ചെയ്യാൻ ആരംഭിച്ചു. പൂരത്തിൻ്റെ സമയത്ത് പൂക്കോട്ട ഇത് മടിഞ്ഞ് ആക്കുന്നതാണ്. അത് ആൾക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് പൂരത്തിന് കുറേ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ കൊണ്ടുപോകുന്നതാണ്. പിന്നെ ചെറിയ കുരിയ ഓണത്തിൻ്റെ സമയത്ത് അത് കാക്കാപ്പൂ തുമ്പപ്പൂ എല്ലാം പറിച്ച് ഇട്ടിട്ട് അതും ആക്കുന്നതാണ്. പിന്നെ വീടുകളിൽ അതും കൊണ്ട് കൊടുക്കും. പിന്നെ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചിട്ട് വന്നാൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. വിപണിയില്ലാത്തതാണ് പ്രധാന പ്രശ്നം. ഓണത്തിനും പൂരത്തിനും പെരുങ്കളിയാട്ട സമയത്തും മാത്രമാണ് ആവശ്യക്കാരുള്ളത്. അല്ലാത്ത സമയങ്ങളിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടിലാണ്. കിടക്കകളും കൃത്രിമപ്പായകളുമൊക്കെ വ്യാപകമായതോടെ വഴിമുട്ടിയത് ഇവരെ പോലുള്ളവരുടെ ജീവിതങ്ങളാണ്. കൈതോലയും കിട്ടാതായിരിക്കുന്നു. കൈതോല കൊണ്ട് പായകളും മറ്റുമുണ്ടാക്കി ജീവിതം തള്ളി നീക്കുന്നവരുടെ ജീവിതം അതിനു പോലും കഴിയാതെ നിറം കെട്ടുപോവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചുമട്ടുതൊഴിലാളി യൂണിയൻ കായി ഡിവിഷൻ CITU ഈ പൂളിൽ നിന്നും വിരമിക്കുന്ന PV രഘുനാഥിന് പയ്യന്നൂർ ട്രേഡ് യൂണിയൻ സെന്ററിൽ വെച്ച് യാത്രയയപ്പ് നൽകി. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനവും ഉപഹാര സമർപ്പണവും നടത്തി. ഏരിയ സെക്രട്ടറി TT രാജൻ അധ്യക്ഷത വഹിച്ചു. K ഗിരി, V ബാബുരാജ്, PC പുഷ്പജൻ, K അനിൽകുമാർ, PV അർജുൻ തുടങ്ങിയവർ സംസാരിച്ചു. PV രഘുനാഥ് മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഛത്തീസ്ഗഡിൽ നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ മാതമംഗലം യരമം സ്വദേശി NV മോഹൻദാസ് മിസ്റ്റർ ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 12 തവണ മിസ്റ്റർ കേരള, 12 തവണ മിസ്റ്റർ കണ്ണൂർ, മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പുകളും കരസ്ഥമാക്കിയതായി മോഹൻദാസ് പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാതമംഗലം എരമം സ്വദേശി NV മോഹൻദാസ് 5 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു. മിസ്റ്റർ കേരള, മിസ്റ്റർ UAE പട്ടങ്ങളും നേടിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചാണ് മോഹൻദാസ് ചാമ്പ്യനായത്. ഛത്തീസ്ഗഡിൽ നടന്ന മാസ്റ്റേഴ്സ് ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ മിസ്റ്റർ ഇന്ത്യയായി ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എരമം സൗത്ത് LP സ്കൂൾ, പേരൂൽ UP സ്കൂൾ, മാതമംഗലം ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം പയ്യന്നൂർ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് മോഹൻദാസ് ബോഡി ബിൽഡിംഗിലേക്ക് കടന്നുവരുന്നത്. ഈ കാലയളവിൽ 3 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു അദ്ദേഹം. തുടർന്ന് മാതമംഗലത്ത് TTC പഠനം പൂർത്തിയാക്കിയ ശേഷം തൊഴിലിനായി UAEയിലേക്ക് പോയി. അവിടെ 4 തവണ മിസ്റ്റർ UAE ചാമ്പ്യൻ പട്ടം നേടിയിട്ടുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് തിരിച്ചെത്തി മത്സരത്തിൽ പങ്കെടുത്തപ്പോൾ 12 തവണ മിസ്റ്റർ കേരള, 12 തവണ മിസ്റ്റർ കണ്ണൂർ, മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കിയതായും മോഹൻദാസ് പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്രങ്ങളുടെയും കൊട്ടാരങ്ങളുടെയും മതിൽക്കെട്ടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കഥകളിക്ക് അതിനു പുറത്ത് ഇന്ന് വലിയ പ്രചാരമുണ്ട്. സാമൂഹ്യവും രാഷ്ട്രീയവുമായ രംഗങ്ങളിലുണ്ടായ ഉണർവ് കഥകളി രംഗത്തും പ്രകടമായി വന്നു. പ്രധാനമായും ഇതൊരു കേരളീയ ദൃശ്യകലയാണ്. ലോകപ്രശസ്തി ആർജിച്ച കേരളീയ ദൃശ്യകലയാണ് കഥകളി. സാഹിത്യം, സംഗീതം, നൃത്തം, നാട്യം എന്നിവയുടെ സമഞ്ജസ സമ്മേളനമാണ് കഥകളി. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവെന്ന് കരുതപ്പെടുന്നു. ഉണ്ണായി വാര്യർ കഥകളിയെ നാടകത്തിന്റെ ആകാശത്തിലേക്ക് ഉയർത്തുവാനാണ് ശ്രമിച്ചത്. സ്വാതി തിരുനാളിന്റെ കാവ്യസദസ്സിലെ പ്രധാനിയായിരുന്ന ഇരയിമൻ തമ്പിയുടെ കാലം കഥകളിയുടെ ചരിത്രത്തിലെ സുവർണകാലമാണ്. മൂകാഭിനയ രൂപത്തിലുള്ള കലയാണ് കഥകളി. അതിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പൗരാണിക കഥാപ്രപഞ്ചം പ്രേക്ഷകന് ഭാവനയിലൂടെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. ഒരു സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം കഥകളി ആസ്വദിക്കുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. സ്വാതന്ത്ര്യത്തിനു ശേഷം സാമൂഹ്യവും രാഷ്ട്രീയവുമായ രംഗങ്ങളിൽ അനുഭവപ്പെട്ട ഉണർവ് കഥകളി രംഗത്തുമുണ്ടായി. പുരാണ ബാഹ്യങ്ങളായ പല കഥകളും കഥകളിക്ക് ആധാരമായി വർത്തിച്ചു.
ദാവീദ് വിജയം, എബ്രഹാമിന്റെ ബലി തുടങ്ങിയ ആട്ടക്കഥകൾ ഇതിന് ഉദാഹരണമാണ്. വിദേശ പര്യടന പരിപാടികളിലൂടെ കഥകളിയെ ലോകത്തെമ്പാടും എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ 13 മുതൽ 23 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ കലശകുംഭ വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനവും ആദ്യ കലശകുംഭ രസീത് വിതരണവും ക്ഷേത്രാങ്കണത്തിൽ നടന്നു. കലശ മഹോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ജോത്സ്യർ സതനം നാരായണ പൊതുവാൾ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രക്കോവിൽ ശിവക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ 13 മുതൽ 23 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ കലശകുംഭ വഴിപാട് കൗണ്ടറിന്റെ ഉദ്ഘാടനം കലശ മഹോത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ ജോത്സ്യർ ശ്രീ സദനം നാരായണ പൊതുവാൾ നിർവഹിച്ചു. ആദ്യ കലശ രസീത് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് അംഗം കെ പത്മനാഭൻ ഏറ്റുവാങ്ങി. എസ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. രജീഷ് കണ്ണോത്ത്, രേഖ കാമ്പ്രത്ത്, വി പി ഹരിദാസ്, സി വി രാജഗോപാലൻ, പി ദിനേശൻ, ബിജു കാമ്പ്രത്ത്, സദാശിവൻ വി പി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. താവം ഫാത്തിമ മാതാ ദേവാലയം തിരുനാൾ മഹോത്സവത്തിന് സമാപനം. മഹോത്സവത്തിന്റെ ഭാഗമായി ഫാത്തിമ മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണം നടന്നു. ഫാത്തിമ മാതാവിന്റെ നാമധേയത്തിൽ പുണ്യ മിഷണറിയായ ഫാദർ പീറ്റർ കൈറോണി സ്ഥാപിച്ച താവം ഇടവക ഈ വർഷത്തെ തിരുനാൾ മഹോത്സവത്തിന് സമാപനമായി. 12 നാൾ നീണ്ടുനിന്ന തിരുനാൾ മഹോത്സവത്തിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ ആളുകൾ ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോൾ മതമൈത്രിയുടെ ഉത്സവമായി മാറി. വൈവിധ്യമാർന്ന കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി അഭിവന്ദ്യ പിതാവിന് സ്വീകരണം നൽകി. മാതാവിന്റെ തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമായ പ്രദക്ഷിണവും നടന്നു. നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുനാൾ മഹോത്സവത്തിന്റെ സമാപന ദിവസം വിവിധ കലാസാംസ്കാരിക പരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ ഓണക്കുന്നിലെ പഴയ ആഴ്ചച്ചന്ത ഒരു ഓർമ്മചിത്രം. ഇന്നും സ്വന്തമായി ഒരിടം ഈ ആഴ്ചച്ചന്തയ്ക്ക് ലഭിച്ചിട്ടില്ല. കരിവെള്ളൂർ ഓണക്കുന്നിലെ പഴയ ആഴ്ചച്ചന്ത ഒരു ഓർമ്മചിത്രം. പഴയ ദേശീയപാതയോരത്തായിരുന്നു ആഴ്ചച്ചന്ത ഉണ്ടായിരുന്നത്. ശനിയാഴ്ചകളിലായിരുന്നു ചന്ത പ്രവർത്തിച്ചു വന്നിരുന്നത്. ഉണക്കമീനും പച്ചക്കറികളുമൊക്കെ ഇവിടെ നിന്ന് വിലക്കുറവിൽ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു. ഇതിനും പണ്ട് തലച്ചുമടായി കൂക്കാനത്തു നിന്നും പുത്തൂരിൽ നിന്നുമൊക്കെ ആൾക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിരുന്നു. ഈ ചന്തകൾ കർഷകർക്കും സാധനങ്ങൾ വാങ്ങുന്നവർക്കും ഒരേപോലെ ആശ്വാസമായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ഈ ആഴ്ച ചന്ത എന്ന് പറയുന്നത്, ശനിയാഴ്ച എന്ന് പറയുന്നത് വലിയ ജനക്കൂട്ടം ഈ പ്രദേശത്ത് വന്നു ചേരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ഇന്നതുപോലെ പച്ചക്കറിയും അതുപോലെ ഈ ഉണക്കും മാത്രമായിരുന്നില്ല. അന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും, അതായത് പറങ്കി, പുളി, മല്ലി, അങ്ങനെയുള്ള ഒട്ടനവധി പലവ്യഞ്ജനങ്ങളും സാധനങ്ങളൊക്കെ ഈ ചന്തയിൽ ഉണ്ടായിരുന്നു. വളരെ നല്ല നിലയിൽ പോയിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറയുന്നത് എല്ലാം മറ്റു കാര്യങ്ങളെല്ലാം പോകുന്ന പോലെ തന്നെ ഈ ആഴ്ച ചന്തയും ഇങ്ങനെ കുറഞ്ഞു വന്നു. കാലം മാറി. പുതിയ ദേശീയപാത വന്നതോടെ ചന്തയ്ക്ക് ഇവിടെ നിന്നും മാറേണ്ടി വന്നു. ഇന്നും സ്വന്തമായി ഒരിടം ഈ ആഴ്ച ചന്തയ്ക്ക് ലഭിച്ചിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്. തായ്നേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി കോവിൽ ആണ്ടിയൂട്ട് പൂജ മഹോത്സവത്തിന്റെ ഭാഗമായി ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും നടന്നു. ശിവപ്രസാദ് ഷേണായി ഉദ്ഘാടനം നിർവഹിച്ചു. 2025 ഡിസംബർ 17, 18, 19, 20 തീയതികളിൽ നടത്തപ്പെടുന്ന തായ്നേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി കോവിൽ ആണ്ടിയൂട്ട് പൂജാ മഹോത്സവത്തിന്റെ വിജയത്തിനായുള്ള ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നോട്ടീസ് പ്രകാശനവും ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടന്നു. സൺസൺ ഹെർബൽസ് MD ശിവപ്രസാദ് ഷേണായി ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങൾ കുറച്ചുപേര് മാത്രമേ ഉള്ളൂ എങ്കിലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് 4 വർഷം കൊണ്ടാണ് ഈ അമ്പലം ഇവിടെ ഉണ്ടായതെന്നും തുടർന്ന് ഇവിടെ പൂജ നടത്തുകയും 3-4 വർഷമായി ഉത്സവങ്ങളും പ്രതിഷ്ഠാദിനങ്ങളും കൊണ്ടാടുകയും ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സത്യൻ പുഞ്ചക്കാട് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഇ ബാലകൃഷ്ണൻ നോട്ടീസ് പ്രകാശനം ചെയ്തു. ആഘോഷ കമ്മിറ്റി കൺവീനർ പി ഗണേശൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ടി മധു, കൗൺസിലർമാരായ M ബഷീർ, ബി കൃഷ്ണൻ, ആഘോഷ കമ്മിറ്റി ട്രഷറർ സുരേന്ദ്രൻ കേളോത്ത്,
പി രഘു, PC മണിരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.